എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ചിലരുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടാണ്. ചിലർ വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും, പക്ഷേ അവർക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നത് വഴി ആനന്ദം കണ്ടെത്താൻ പ്രത്യേക ഒരു വിരുദാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത്തരക്കാരോടൊക്കെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ, അത് വാക്കുകൊണ്ടായാലും നോക്കുകൊണ്ടായാലും മറ്റെന്താണെങ്കിലും നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോവേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട അൻസാരി എന്ന് പറയുന്ന ഉസ്താദിൻ്റെ വാക്കുകൾ നിങ്ങൾ ആദ്യം കേട്ട് നോക്കൂ. അതിനുശേഷം ഞാൻ ഉസ്താദിന് നല്ലൊരു മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെ ചിലപ്പോൾ എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് മുഴുവനും എന്നെ അൺസബ് ചെയ്ത് പോകുമായിരിക്കും. അങ്ങനെ പോയാലും ശരി തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയും. കാരണം നമ്മളങ്ങനെ ആരെയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഭയം നമുക്കൊരാളോടുണ്ടാവുന്നത് നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട്, ബഹുമാനം കൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ ഒരാളെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അൻസാരി ഉസ്താദിൻ്റെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പലതും ഇഷ്ടമാണ്, പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന തരത്തിലൊരു വസ്തുത പറയുകയാണെങ്കിൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ എന്തായാലും ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കൂ. അതിനുശേഷം എനിക്ക് ഉസ്താദിനോട് പറയാനുള്ളത് കൂടി പറയാം. മുസ്ലിം ജനസംഖ്യാ വർധനവ് നീ അറിഞ്ഞില്ലേ? ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പറയുന്നത് പ്രതീക്ഷിച്ചു. ഞാനേ നല്ല ഒന്നാന്തരം മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വരിക. നല്ല മട്ടൻ ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ നല്ല നാടൻ കോഴിയുടെ ഇറച്ചി. ഞാൻ അതും പറ്റില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നല്ല ഈന്തപ്പഴം ഉണ്ടല്ലോ, നല്ല ഈന്തപ്പഴം, അതുപോലെ തന്നെ ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടത്, ഇതൊക്കെ അങ്ങോട്ട് കഴിക്ക് പ്രതീക്ഷിച്ചാൽ മതി. എന്നിട്ട് രണ്ടാമത് കുട്ടി ഉണ്ടായി പോകുമെന്നുള്ള ഭയത്തിൽ, എങ്ങനെ ചിലവിന് കൊടുക്കുമെന്നുള്ള ആശങ്കയിൽ ആയുധം പൂജക്ക് വെക്കാതെ നേരെ വീട്ടിലോട്ട് ചെല്ലും. എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് പിള്ളേരുണ്ടാകുന്നതും അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതെന്നും എന്തിനാണ് ഈ ആശങ്കപ്പെടുന്നത്? ഇതിനെക്കാട്ടും നല്ല സ്വന്തം വീട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനം വിളിച്ചിട്ട് അടിച്ചങ്ങോട്ട് വിളിക്കാൻ പറ. പിള്ളേരാകട്ടെ എല്ലാവർക്കും ചറ പിള്ളേരാകട്ടെ. അല്ല, ഇതൊക്കെ നിങ്ങൾ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിമുകളെ റബ്ബറിട്ട് വിട്ടെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. കാരണം ഈ കഷ്ടപ്പെടുന്നവനും അധ്വാനിക്കുന്നവരൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ശരി ആശ്വാസം കിട്ടുന്നത് അവരുടെ സ്വന്തം ഭാര്യയോടൊപ്പമുള്ള ആ നിമിഷമാണ്. ഇതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം. ആ സന്തോഷത്തിൽ ഇപ്പോൾ ജനസംഖ്യ വർദ്ധിക്കണമെന്നോ പിള്ളേർ ഒരുപാട് കൂടണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അവനവന്റെ സന്തോഷമാണ്. ഈ സന്തോഷത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്താ? രണ്ടാമതൊരു കുഞ്ഞായാലും എങ്ങനെ വളർത്തുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ടെൻഷനൊന്നും വേണ്ട. നല്ല ഈന്തപ്പഴം തിന്നുക, നല്ല മട്ടൻ ബിരിയാണി, നല്ല നാടൻ കോഴിയുടെ ഇറച്ചി ഒക്കെ തിന്നുക. എന്നിട്ട് ആയുധം പൂജ കൊടുക്കാൻ വീട്ടിലോട്ട് പോടേ. അപ്പം നിങ്ങൾ കേട്ടില്ലേ ഉസ്താദിൻ്റെ വാക്കുകൾ? നിങ്ങൾ കേട്ടില്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാവാനായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണോ? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉസ്താദ് പറഞ്ഞത് ശരിയാണോ? എന്നാൽ നിങ്ങളിൽ ചിലരൊക്കെ ശരിയാണ് എന്ന് തന്നെ പറയും. കാരണം ഞാൻ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഭൂരിവിഭാഗം ആളുകളും, കൂടുതൽ ആളുകളും ഉസ്താദിനെ ശരി പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു ഉസ്താദെ, ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഹൈന്ദവർക്ക് 1-2 കുട്ടികൾ മതി എന്നുള്ളത് അത് അവരുടെ തീരുമാനമാണ്. ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കൂട്ടി ഞങ്ങളുടെ വംശത്തെ ഒരുപാട് നിലനിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അല്ലെങ്കിൽ ഒന്ന്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ പണ്ടുള്ള അമ്മമാർ, ഹിന്ദുക്കളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, പണ്ടുള്ള അമ്മമാരാണെങ്കിൽ 10-15 മക്കളെ വരെ പ്രസവിക്കാറുണ്ടായിരുന്നു. എൻ്റെ അച്ചമ്മ 9 മക്കളെ പ്രസവിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈന്ദവർക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴവും മുന്തിരിങ്ങയും ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കഴിച്ചില്ലെങ്കിൽ അവർക്കുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ നാടൻ കോഴി ഇറച്ചിയും ബീഫും അതുപോലെ ഈ വെള്ളത്തിലിട്ട മുന്തിരിങ്ങയും ഈന്തപ്പഴമൊക്കെ കഴിച്ചാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂമായിരിക്കും. നമ്മുടെ അമ്മമാർക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർ നല്ല വൃത്തിക്ക് ഇത്തിരി പഴങ്കഞ്ഞോളം ഉപ്പിട്ട് കുടിച്ചാലും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പണ്ടുള്ള കാലത്തെ അമ്മൂമ്മമാരൊക്കെ 10-15 കുട്ടികളെയൊക്കെ ജന്മം നൽകുന്നത്. ഓക്കെ, അതും ആ ഒരു ദാരിദ്ര്യമായി ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ മനസ്സിലായോ കാര്യം?
അപ്പോൾ അന്നത്തെ കാലത്തിലുള്ള നമ്മുടെ മുത്തശ്ശന്മാർ, നമ്മുടെ പൂർവികരായിട്ടുള്ള മുത്തശ്ശന്മാരൊക്കെ നല്ല വൃത്തിക്ക് കഷ്ടപ്പെടുന്നവരാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപോലെ കഷ്ടപ്പെടുന്നു. പിന്നെ നിങ്ങളെപ്പോലെ കോഴിയിറച്ചിയും വാരി കയറ്റിക്കൊണ്ട് വന്നിട്ടല്ലെങ്കിൽ പോലും അവർക്ക് നന്നായിട്ട് പണി അറിയാവുന്നതിൻ്റെ അടയാളമാണ് മുത്തശ്ശിമാർ 10ഉം 15ഉം കുട്ടികളെ പെറ്റുകൂട്ടുന്നതിൻ്റെ കാര്യം. അതല്ലെന്നുണ്ടെങ്കിൽ മുത്തശ്ശന്മാർക്ക് കഴിവുള്ളതുകൊണ്ടാണല്ലോ മുത്തശ്ശിമാർക്ക് ഇതുപോലെ കുറേ മക്കളെ പടച്ചു വെക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? ഇത് ഞാൻ നിങ്ങളോട് ഒരിക്കലും ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ പിന്നെ വടി തന്നു കഴിഞ്ഞാൽ അടി മേടിക്കും, അത് ആരായാലും ശരി തന്നെ. അതുകൊണ്ട് ഇത് എനിക്ക് ഒരിക്കലും നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ നിങ്ങളായിട്ട് പറയിച്ചതാണ് ഈ വാക്കുകളൊക്കെ എന്നെ കൊണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുതലും 1-2 കുഞ്ഞുങ്ങൾ മാത്രം മതി എന്ന് വിചാരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, കുറേ കുഞ്ഞുങ്ങളാകുമ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കാനേ അമ്മമാർക്ക് സമയം ഉണ്ടാവുള്ളൂ. സ്ത്രീകളെ തളച്ചിടാനായിട്ട് ഒരിക്കലും ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകൾക്കും അവരുടേതായ ഇഷ്ടത്തിന് ജോലികൾ ചെയ്യാനും വിദ്യാഭ്യാസം നേടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഹൈന്ദവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4-5 മക്കളെയൊക്കെ പ്രസവിക്കാനാവും. അങ്ങനെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി അമ്മമാർ വീട്ടിനുള്ളിൽ അടച്ച് മൂടിയിരിക്കേണ്ട ഒരവസ്ഥ വരും. ഇത് 1-2 കുഞ്ഞുങ്ങളെ ആകുമ്പോൾ അവരെ അന്തസ്സായിട്ട് പഠിക്കാൻ വിട്ടിട്ടോ അല്ലെങ്കിൽ അവരെ ബോർഡിങ്ങിലോ എവിടെയെങ്കിലും താൽക്കാലികമായിട്ട് കൊണ്ടാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരെ നോക്കാനായിട്ട് വീട്ടിൽ ആരെങ്കിലും ഒരാളെ ഏർപ്പാടാക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എങ്ങനെ വേണേലും ചെയ്തിട്ട് വീട്ടിലുള്ള സ്ത്രീകൾക്കും കൂടി ജോലിക്ക് പോകാൻ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് പിന്നെ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആണുങ്ങളെക്കാൾ മുന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജോലിക്ക് പോവാതെ ചുമ്മാതെ അവരെ അടച്ച് വീട്ടിലിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജോലിക്ക് പോവാനും അവരുടെ എല്ലാ കാര്യങ്ങളും ക്ലീനായിട്ട് നടക്കാൻ പറ്റും. പിന്നെ ഹിന്ദുക്കൾ കുഞ്ഞുങ്ങളുടെ അളവ് അല്ലെങ്കിൽ കുറച്ചിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളെ ഇത് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള പോക്കില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അത്രയും അധിക്ഷേപിച്ച് പറയുന്നത് ഒട്ടും ശരിയല്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ മനുഷ്യൻ പിന്നീട് നിങ്ങൾ പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആയുധം പൂജയ്ക്ക് വെച്ചിരിക്കാതെ ഉപയോഗിക്കണമെന്ന്. എല്ലാവരും ആയുധം ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഇനി നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാരെ വിളിച്ച് കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ കുറച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷമമോ ദ്വേഷമോ കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മാത്രമായിട്ട് പറയാമായിരുന്നു. അല്ലാണ്ട് മൊത്തത്തിൽ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ആദ്യം ഓർക്കണം, നിങ്ങളൊരു മതപണ്ഡിതനാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പറയുമ്പോൾ അതിനെ പ്രതികരിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും, എന്നെ കാണുന്നവർ കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടാനായിട്ട് കുറേ പേര് വരും. അവരോട് എനിക്ക് പറയാനുള്ളത്, നേരെ മറിച്ച് ഈ പറയുന്ന അൻസാരി ഉസ്താദ് പറഞ്ഞൊരു കാര്യം തിരിച്ച് നമ്മളുടെ ഇടയിലുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു ഹൈന്ദവനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒന്ന് ഓർത്തു നോക്കൂ. അത്രയും മ്ലേച്ഛമായ രീതിയിൽ ഒരു ഉസ്താദ് എന്ന് പറയുന്ന ആൾക്ക് സംസാരിക്കാമെങ്കിൽ അതിനേക്കാൾ മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു മറുപടിയും കൊടുക്കാൻ പറ്റും. പിന്നെ ഹൈന്ദവർക്ക് കുഞ്ഞുങ്ങളുടെ അളവ് കുറയുന്നത് അത് അവർക്ക് പണി അറിഞ്ഞുടഞ്ഞിട്ടൊന്നും അല്ല ഉസ്താദേ. അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം, അവർ പണി ചെയ്യുകയും ചെയ്യും. പക്ഷേ അവരെടുക്കുന്ന ചില മുൻകരുതലുകളുണ്ട്. അതായത് അംഗസംഖ്യ കൂട്ടേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവരെടുക്കുന്ന ചില മുൻകരുതലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാത്തതും, അല്ലാണ്ട് മറ്റൊന്നും കൊണ്ടല്ല. സ്ത്രീകളുടെ ജന്മം എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളെ വെറുതെ ചുമ്മാ പെറ്റുവാരി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ആവശ്യത്തിന് കുഞ്ഞുങ്ങൾ വേണം, 1-2 കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ 3 ആവാം. അതിൽ കൂടുതൽ വേണമെന്നൊന്നും നമുക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ സമുദായത്തിൽ നിങ്ങൾക്ക് 10 വേണോ 15 വേണോ 20 വേണോ, എത്ര കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പ്രസവിക്കണം, അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ്, നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളികളുടെയും ഇഷ്ടമാണത്. അതിൽ മൂന്നാമതൊരാൾ അഭിപ്രായം പോലും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇത് എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്നെ കാണുന്നവർക്ക് കണ്ടാൽ മതി, കാണാത്തവർ കാണണ്ട. വിമർശിക്കേണ്ടവർ വിമർശിച്ചാലും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയിട്ട് ഒരാൾ ഇത്രയും
ഓപ്പണായിട്ട് പിന്നെ ഹിന്ദുക്കളുടെ സ്ത്രീത്വത്തെയും പിന്നെ അതുപോലെ തന്നെ എന്താണ് മൊത്തത്തിൽ അപമാനിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു കാര്യം, ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അത് ഒരു വിഭാഗത്തെ മുഴുവനും വേദനിപ്പിക്കുന്ന തരത്തിലാവരുത് എന്ന് ചിന്തിക്കാനുള്ളൊരു ബോധം പോലും ഉസ്താദിനില്ലാതെ പോയി. അതിൽ എനിക്കും നല്ല വിഷമമുണ്ട്. ഇങ്ങനെ മറുപടി തരേണ്ടി വന്നതിലും വിഷമമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായ രീതിയിൽ കമൻറ്റ് ചെയ്തേക്കുക. എനിക്കറിയാം ഞാൻ തെറിയല്ലാണ്ട് യാതൊന്നും ഈ ഒരു വീഡിയോയുടെ അടിയിൽ പ്രതീക്ഷിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.